ഹലോ ഗൈസ്, എല്ലാവർക്കും അമ്മൂസ് വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഇന്ന് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ പൂജയാണ്. എല്ലാവർക്കും അറിയാം, മുനിക്കോടം എന്നൊക്കെ പറയും. എല്ലാവരുടെയും അങ്ങനെ പറയുമ്പോൾ മുനിക്കോടം, മുനീശ്വരൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പൂജയാണ്. രാവിലെ നേരത്തേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. വൈകിട്ട് അങ്ങനെ കോഴിയറുത്ത് ആടറുത്ത് പൂജയാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. അപ്പം എല്ലാവരും നടക്കാമെന്ന് വെച്ചിട്ട് ഇടത്തേമ്മ, ഇത് ചെറിയച്ഛൻ്റെ മരുമോൾ. അപ്പോൾ ബാക്കി എല്ലാവരും പോയി. പിന്നെ ഞങ്ങൾ മാത്രം എത്താറുള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങൾ അമ്പലം എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്ക് പോണ വഴി. പണ്ടത്തെ സെയിം, അത് ഒന്നും ചെയ്തിട്ടില്ല, അതേപോലെ തന്നെയാണ്. വേലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതിൽ കൂടെ പോയി നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. അമ്പലം ഇതാണ് ഞങ്ങളുടെ തറവാട്ടമ്പലം. രാവിലത്തെ ഹോമമൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. എല്ലാവിടെയും ദൈവത്തിൻ്റെ ഇവിടെയൊക്കെ രാവിലത്തെ പ്രസാദമാണ് ഉള്ളത്. ഇനി വൈകിട്ടാണ് പിന്നെ വന്ന് നമ്പൂതിരിയൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ ഇവിടുത്തെ വയസ്സായ ആളാണ് ഇങ്ങനെ കോഴിയൊക്കെ അറുത്ത കറിയൊക്കെ കൊണ്ട് പൂജ കഴിക്കുക. ഇതൊക്കെ അവിടുത്തെ പിള്ളേർ. പിന്നെ എന്താ ഇവിടെ നമ്മളുടെ അമ്മമാരും ചേച്ചിമാരും എല്ലാവരും കൂടി വൈകിട്ട് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിറകും കാര്യങ്ങളൊക്കെ ഒരു സൈഡാക്കി. പിന്നെ ഇതാ ചോറ് വയ്ക്കാനുള്ളത്, കറി വയ്ക്കാനുള്ളത്, പിന്നെ ഇറച്ചിയും കുമ്പളങ്ങയാണ് മെയിൻ. അപ്പോൾ അത് പാലക്കാടൻ സ്പെഷ്യലാണ്, ഇറച്ചിയും കുമ്പളങ്ങ. പിന്നെ പച്ചരി ചോറും അതാണ്. അപ്പോൾ അതാ ചേച്ചിമാരും ഞങ്ങളും എല്ലാവരും കൂടി കഷ്ണങ്ങളൊക്കെ അങ്ങനെ മുറിക്കാൻ തുടങ്ങി. ഒരു 2 മണിയാകുമ്പോൾ തുടങ്ങും. വൈകിട്ട് 7 മണിയാകുമ്പോഴേക്കും പൂജയൊക്കെ കഴിയും. അപ്പോൾ എല്ലാവരും കൂടി, കുടുംബക്കാരെല്ലാവരും കൂടി ആണത് ചെയ്യുക. എല്ലാവരും കഷ്ണം മുറിക്കലും പിന്നെ വെള്ളം കൊണ്ടുവരവും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇത് അതിനുള്ള തേങ്ങ അരപ്പിനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തേങ്ങ അത് നമ്മൾ മേടിക്കുകയൊന്നുമല്ല, എല്ലാ വീട്ടിൽ നിന്നും കൊണ്ടുവരിക ചെയ്യുക. തേങ്ങ, അതേപോലെ അരി, അങ്ങനെ എല്ലാം എല്ലാവരുടെ വീട്ടിൽ നിന്നാണ് എടുക്കുക. എന്നിട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി വയ്ക്കുക ചെയ്യുക. പിന്നെ കോഴി അതുപോലെ നാടൻ കോഴി, അത് നേർച്ചയുള്ളവർ നേർച്ചയ്ക്ക് എടുക്കും. അതല്ലാത്ത അത് ബാക്കിയുള്ളത് നമ്മൾ മേടിക്കുക ചെയ്യുക. പിന്നെ അങ്ങനെ ചോറൊക്കെ ഫസ്റ്റ് റെഡിയാക്കും. പിന്നെ അതുപോലെ പച്ചരി ചോറും റെഡിയാക്കും. സാദാ ചോറും പച്ചരി ചോറും അത് 2 റെഡിയാക്കും. പിന്നെ ചിക്കനുള്ളത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വയ്ക്കുന്നത് നമ്മളും എല്ലാവരും കൂടി തന്നെയാണ്. ഇതെൻ്റെ ഏടത്തേമ്മയാണ്. അപ്പോൾ ഏടത്തേമ്മ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി ഇതിനുള്ള അരപ്പും കാര്യങ്ങളൊക്കെ, തേങ്ങ അരയ്ക്കണത് നമ്മൾ ഇവിടെ ഒരു മില്ലിൽ കൊണ്ടുപോയിട്ടാണ് അരയ്ക്കുക. അത് 50 തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കറി. പിന്നെ അങ്ങനെ ചിക്കനും കാര്യങ്ങളൊക്കെ. ഇത് നാടൻ കോഴിയല്ല, നമ്മൾ വേറെ ബ്രോയിലർ കോഴിയാണ്. നാടൻ കോഴി അത് അറുത്തതിന് ശേഷം അത് വേറൊരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഏകദേശമൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് വട്ടത്തിലിരുന്നു. ഒരു 7 മണിയൊക്കെ ആവാറായപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ അങ്ങനെ പൂജിച്ചു, നിവേദ്യം പൂജിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഈ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. പിന്നെ ഇതാ ഏട്ടൻ വരുന്നുണ്ട്. ഏട്ടനൊക്കെ പൂജയൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ലൈനായി നിന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നേദിച്ചിട്ട് തിരിച്ച് നേരെ ഭക്ഷണം കഴിക്കാൻ തന്നെ പോവുക. ഇതാണ് ലാസ്റ്റ് ചെയ്യുക. അങ്ങനെ വെച്ച നാടൻ കോഴീനെ ജസ്റ്റ് ആ ദൈവത്തിന് ഇങ്ങനെ പൂജിക്കും. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാം, എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇത് പച്ചരി ചോറ്, പിന്നെ ഇത് നമ്മളെ സാദാ നോർമൽ റൈസിൻ്റെ ചോറ്, പിന്നെ അതുപോലെ തന്നെ കുമ്പളങ്ങയും ഇറച്ചിയും കൂടി ഇട്ട് വെച്ചത് ഏട്ടൻ്റെ മോനാണ്. പിന്നെ ഇത് മട്ടനും ചിക്കനും കൂടി ഉരുളക്കിഴങ്ങും കൂടി വെച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിങ്ങനെ കഴിയാറായപ്പോഴേക്കും
കറണ്ട് പോയി, നല്ല മഴ തുടങ്ങി. നല്ല മഴ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറോളം മഴ പെയ്തു. അത്രയും നിൽക്കാതെ ചോരാതെ നന്നായി മഴ പെയ്തു. പിന്നെ ഫസ്റ്റ് ട്രിപ്പ് എല്ലാവരും നന്നായി ഫുഡ് കഴിക്കാൻ പറ്റി. അതിനുശേഷം കഴിച്ചവരെല്ലാവരും ഇതേപോലെ ഈ ഇരുട്ടത്ത് നിന്ന് തന്നെയാണ് മൊബൈലിൻ്റെ വെളിച്ചത്തിലും എമർജൻസി ലൈറ്റിലും അങ്ങനെ ഭക്ഷണം നിന്ന് കഴിച്ചു. കാരണം ഒരു സൈഡ് മാത്രം ആ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. പുറത്തൊക്കെ നല്ലോണം മഴയല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നന്നായി മഴയൊക്കെ ഇങ്ങനെ ചാറലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സൈഡ് നിന്നിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ പൂജ ഇപ്രാവശ്യത്തെ ഇങ്ങനെ ആയിപ്പോയി. കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ലാസ്റ്റ് ഭക്ഷണം കഴിക്കേണ്ട അവിടെ എത്തിയപ്പോൾ നല്ല മഴയും ഇടിപൊട്ടലും എല്ലാം ഉണ്ടായിരുന്നു. ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ല, ഈ പൂജ ദിവസം നല്ല മഴയായിരുന്നു. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.